നമസ്കാരം. ഫ്രഞ്ച് പടയ്ക്ക് ഇത് കറുത്ത ദിനമാണ്. അവരുടെ സ്വപ്നങ്ങളുടെ അടിവേരറുത്ത് സ്പെയിൻ പൂട്ടിക്കെട്ടി നാട്ടിലേക്ക് പറഞ്ഞയച്ചു. എംബാപ്പയെ പൂട്ടി ഫ്രാൻസിൻ്റെ ഹൃദയം തകർത്തു. ഫുട്ബോൾ ലോകത്തെ ആകെ വിസ്മയിച്ച ആ വിജയത്തിന് പിന്നിൽ ഒരു വമ്പൻ മാസ്റ്റർ പ്ലാൻ ഉണ്ടായിരുന്നു അത്രേ. 10 പ്ലാനുകൾ. ഫ്രാൻസിനെ നിലം തൊടിയിക്കാതെ പറത്തിവിട്ട സ്പെയിനിൻ്റെ ജയം സാധ്യമാക്കിയ ആ 10 പ്ലാനുകളാണ് നമ്മൾ ഈ വീഡിയോയിൽ വിശദീകരിക്കുന്നത്. ഏത് ഘട്ടത്തിലും സ്കോർ ചെയ്യാൻ കഴിവുള്ള എംബാപ്പയുടെ വേഗമുഖം, ഡംബാലയുടെ ഡ്രിംബ്ലിംഗ്, ബാർക്കോളയുടെ ദ്രുതചലനം, ഒലീസയുടെ സർഗാത്മകത, ഇതൊക്കെയായിരുന്നു ഫ്രാൻസിൻ്റെ വിജയങ്ങളുടെ ഇതുവരെയുള്ള മുന്നേറ്റങ്ങളുടെ അടിത്തറ. മറുവശത്തോ സ്പെയിൻ തികച്ചും വ്യത്യസ്തമായിരുന്നു. ഓസ്ട്രിയയെ അനായാസം മറികടന്നു. പോർച്ചുഗലിനെ ക്ഷമയോടെ വീഴ്ത്തി. ബെൽജിയത്തിനെതിരെ മാത്രം 1 ഗോൾ വഴങ്ങി. അതൊഴിച്ചാൽ ടൂർണമെന്റിൽ ഒരു എതിരാളിക്കും സ്പാനിഷ് പ്രതിരോധത്തെ ഭേദിക്കാൻ കഴിഞ്ഞില്ല. ലോകകപ്പിൽ ഇത്രയും സംഘടിതമായ പ്രതിരോധമുള്ള ടീം മറ്റൊന്നില്ലെന്ന വിലയിരുത്തലും വന്നിരുന്നു. എന്നിട്ടും ഫ്രാൻസ് അതിന് പ്രത്യേക മറുപദ്ധതികൾ സെമി ഫൈനലിലേക്ക് തയ്യാറാക്കിയില്ല. അതുവരെയുള്ള കളികളിൽ നിന്നുള്ള അമിത ആത്മവിശ്വാസമല്ലാതെ മറ്റൊന്നും അവർ അധികമായി കരുതി വെച്ചില്ല. ഞങ്ങളുടെ കളി ജയിച്ചാൽ ജയിക്കും, ഫൈനലിലെത്തും എന്നതായിരുന്നു അവരുടെ പ്രഖ്യാപനം. എന്നാൽ പക്ഷേ ലൂയിസ് ഡി ലാ ഫുവെൻ്റ സ്പെയിൻ മറ്റൊരു ലോകത്തിലേക്കാണ് കളിക്കാൻ പറഞ്ഞയച്ചത്. അവർ ഫ്രാൻസിനെ വെറുതെ തോൽപ്പിക്കാൻ ഇറങ്ങിയവരായിരുന്നില്ല. ഫ്രാൻസിൻ്റെ മുഴുവൻ സിസ്റ്റവും പൊളിച്ചാലേ ജയിക്കാനാകൂ എന്ന ബോധ്യത്തോടെ ഇറങ്ങിയതാണ്. 90 മിനിറ്റിനുള്ളിൽ അത് തന്നെ സംഭവിച്ചു. ദഷാംസിൻ്റെ പതിവ് പദ്ധതികൾ ഒന്നൊന്നായി അടപടലം തകർന്നു വീണു. അതിലേക്ക് നയിച്ചത് സ്പെയിനിൻ്റെ ദീർഘവീക്ഷണത്തോടെയുള്ള ആ 10 പദ്ധതികളായിരുന്നു. 1. എംബാപ്പയെയല്ല, എംബാപ്പയിലേക്കുള്ള എല്ലാ വഴികളും അടച്ചു. മത്സരത്തിൽ ഏറ്റവും വലിയ ചോദ്യം ആരാണ് എംബാപ്പയെ മാർക്ക് ചെയ്യുക, പൂട്ടുക എന്നതായിരുന്നു. പക്ഷേ സ്പെയിൻ അതിന് നൽകിയ മറുപടി വ്യത്യസ്തമായിരുന്നു. ആരും വേണ്ട. ഫുട്ബോളിൽ 2 രീതികൾ ഉണ്ട് എന്നോർക്കണം. 1. ആളെ മാർക്ക് ചെയ്യുക. 2. സ്പേസ് മാർക്കിംഗ്. സ്പെയിൻ രണ്ടാമത്തേത് സ്വീകരിച്ചു. എംബാപ്പെ പന്ത് കിട്ടുമ്പോഴല്ല അപകടകാരി എന്നവർ തിരിച്ചറിഞ്ഞു. പന്ത് കിട്ടുന്നതിന് മുമ്പാണ് ഏറ്റവും അപകടകാരി. അതുകൊണ്ട് അദ്ദേഹത്തിന് പാസ് നൽകുന്ന എല്ലാ വഴികളും സ്പെയിൻ അങ്ങ് പൂട്ടി. റോഡ്രി മധ്യനിരയിൽ പാസ് ലൈനുകൾ മുറിച്ചു. ഫാബിയൻ റൂയിസ് എംബാപ്പയിലേക്ക് തിരിയുന്ന പന്തുകൾ തടഞ്ഞു. കുക്കറേയ പിന്നിൽ നിന്ന് ഓട്ടത്തിൻ്റെ ദിശ നിയന്ത്രിച്ചു. ഈ ലോകകപ്പിൽ ആദ്യമായാണ് എംബാപ്പെ അവസാന 3-1 ഇത്രയധികം സമയം പന്തില്ലാതെ അലഞ്ഞത്. പലപ്പോഴും അദ്ദേഹം സ്വന്തം ഹാഫിലേക്ക് ഇറങ്ങി പന്ത് തേടി. ഗോൾ മാത്രമല്ല, ഭീഷണി പോലും സൃഷ്ടിക്കാനായില്ല അദ്ദേഹത്തിന്. ഫ്രാൻസ് മുഴുവൻ ടൂർണമെൻറ്റിലും ആശ്രയിച്ചിരുന്ന ആ മാരകായുധം സ്പെയിൻ ആദ്യ മണിക്കൂറിനുള്ളിൽ തന്നെ നിർവീര്യമാക്കി. അങ്ങനെ എംബാപ്പെ കാട്ടാപ്പോഹ. എന്നാൽ അപ്പുറത്തോ സ്പെയിനിൻ്റെ മാരകായുധമായിരുന്ന യമാലിനെ പൂട്ടാൻ ഫ്രാൻസ് റെഡിയായിട്ടാണ് വന്നത്. എന്നിട്ടോ അതിനുവേണ്ടി തയ്യാറാക്കിയ ഗൃഹപാഠം പദ്ധതി ഒന്നാകെ തകർന്ന് തരിപ്പണമായി. കാരണം സ്പെയിൻ ഫ്രാൻസിൻ്റെ ഈ നീക്കം നേരത്തെ പ്രതീക്ഷിച്ചിരുന്നു. യമാലിനെ അപ്രധാനമാക്കി മറ്റു 3 പേരെ മുൻനിർത്തിയുള്ള പദ്ധതിയാണ് അവർ നടപ്പാക്കിയത്. ഇതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തേത് ഫ്രാൻസിൻ്റെ മധ്യനിരയെ കീഴടക്കിക്കൊണ്ടുള്ള സ്പെയിനിൻ്റെ തന്ത്രം. ഗോൾ നേടുന്നത് ഫോർവേഡുകളാണെന്നാണ് നമ്മൾ പൊതുവെ പറയാറുള്ളത്. എന്നാൽ വലിയ മത്സരങ്ങൾ ജയിക്കുന്നത് പലപ്പോഴും മധ്യനിരയാണ്. നിങ്ങൾക്ക് ഇംഗ്ലണ്ടിൻ്റെ സെമിയിലേക്കുള്ള ആ മത്സരം ഓർമ്മയില്ലേ? ഈ സെമി ഫൈനൽ അതിന് തെളിവാണ്. റോഡ്രി, ഫാബിയൻ റൂയിസ്, ഡാനി ഒൽമോ, ഈ 3 പേരാണ് മത്സരത്തിൻ്റെ യഥാർത്ഥ സംവിധായകർ. ഫ്രാൻസ് പന്ത് പിടിച്ചാൽ ഉടൻ സമ്മർദ്ദത്തിലാകും. സ്പെയിനോ അവർ പന്ത് പിടിച്ചാൽ ഉടൻ കളി നിയന്ത്രണത്തിലാക്കും. ഇതായിരുന്നു 2 ടീമുകളുടെയും സമീപനത്തിലെ വ്യത്യാസം. റോഡ്രി ഒരു സാധാരണ ഡിഫൻസീവ് മിഡ്ഫീൽഡർ മാത്രമല്ല, അദ്ദേഹം മത്സരത്തിൻ്റെ വേഗം നിയന്ത്രിക്കുന്ന കളിക്കാരനാണ്. എപ്പോൾ വേഗം കൂട്ടണം, എപ്പോൾ കളി ശാന്തമാക്കണം, എപ്പോൾ മാറ്റണം, ഇതെല്ലാം റോഡ്രി തീരുമാനിച്ചു. ഫാബിയൻ റൂയിസ് ഫ്രാൻസിൻ്റെ ആദ്യ പ്രസ് തകർത്തു. ഡാനി ഒൽമോ ഫ്രഞ്ച് മധ്യനിരയ്ക്കും പ്രതിരോധത്തിനുമിടയിലെ ഇടങ്ങൾ കണ്ടെത്തി. ഫ്രാൻസ് അവരെ പിന്തുടരുമ്പോൾ പിന്നിൽ വിടവുകളുണ്ടായി. ആ വിടവുകളാണ് പിന്നീട് സ്പെയിനിൻ്റെ ആക്രമണത്തിനുള്ള ഹൈവേ ആയി മാറിയത്. ദഷാംസ് ഈ പ്രശ്നം തിരിച്ചറിഞ്ഞപ്പോഴേക്കും കളി സ്പെയിനിൻ്റെ നിയന്ത്രണത്തിലായിരുന്നു. ഫ്രാൻസ് കളിക്കാർ അപ്പോഴൊക്കെ എന്ത് ചെയ്തു? യമാലിനെ നിയന്ത്രിക്കാൻ പോയി. കട്ടപ്പൊഹ. 3. ഫ്രാൻസിൻ്റെ മുന്നേറ്റ നിരയെ ഒറ്റപ്പെടുത്തിയ തന്ത്രം. ഫ്രാൻസിൻ്റെ ഏറ്റവും വലിയ കരുത്ത് അല്ലെങ്കിൽ ആത്മവിശ്വാസം എന്താണെന്ന് നമ്മൾ തന്നെ നേരത്തെ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്. എന്താ അത്? പന്ത് കയ്യിലാക്കി 3 സെക്കൻഡിനുള്ളിൽ എംബാപ്പെ അല്ലെങ്കിൽ ഡംബാലെ അല്ലെങ്കിൽ ബാർക്കോള പോസ്റ്റിലേക്ക് ഒരു ഓട്ടം ഓടും. പിന്നെ അത് ഗോളാണ്. ഈ മാതൃകയാണ് മുൻ മത്സരങ്ങളിലും ഫ്രാൻസ് തന്ത്രം പയറ്റി വിജയിച്ച മാർഗം. പക്ഷേ സ്പെയിൻ ആദ്യം ചെയ്തത് എന്തായിരുന്നെന്നറിയോ? ആദ്യം തന്നെ പാസ് തടയാനുള്ള തന്ത്രം രൂപീകരിച്ചു. മധ്യനിരയിൽ നിന്ന് മുന്നോട്ടുള്ള പാസ് ലഭിക്കാതെ വന്നു. അതോടെ ഫ്രഞ്ച് സ്ട്രൈക്കർമാർ ഇതോടെ അന്തവും കുന്തവുമില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്ന അവസ്ഥയായി. ഇത് ഫോർവേഡുകളുടെ പ്രശ്നമല്ല, മധ്യനിരയുടെ പരാജയമാണ് എന്ന് വേണം കരുതാൻ. പലപ്പോഴും ഡംബാലെ സൈഡ് ലൈനിലേക്ക് ഇറങ്ങി പന്ത് വാങ്ങേണ്ടി വന്നു. എംബാപ്പെ മധ്യത്തിലേക്ക് മടങ്ങേണ്ടി വന്നു. അതായത് ഫ്രാൻസിൻ്റെ ഫോർവേഡുകൾ ഗോൾ മുഖത്ത് നിൽക്കാതെ പന്ത് തപ്പി നടക്കുകയായിരുന്നു. ഇരുട്ടിൽ തപ്പുക എന്നൊക്കെ നമ്മൾ പറയാറില്ലേ? സ്പെയിൻ ലക്ഷ്യമിട്ടതും അതുതന്നെയായിരുന്നു. അവരത് വിജയിച്ചെടുത്തു. 4. ഗോൾ നേടിയ ശേഷം പ്രതിരോധിച്ച് കളിക്കുക, തട്ടിമുട്ടി കളിക്കുക എന്നുള്ള പതിവ് രീതി. അത് സ്പെയിൻ നടപ്പാക്കിയില്ല. സാധാരണയായി സെമി ഫൈനലിലൊക്കെ സ്ഥിരമായി കാണുന്നതാണ്. മത്സരങ്ങളിൽ 1 ഗോൾ കിട്ടിയാൽ ടീമുകൾ പിന്നിലേക്ക് വലിയും.
പക്ഷേ ഇവിടെ അത് കണ്ടില്ല എന്ന് മാത്രമല്ല, ഫ്രാൻസിന് അങ്ങനെ പിൻവലിയുമ്പോൾ ഗോൾ നേടി ജയിക്കാം എന്നുള്ള സാധ്യത അടയുകയും ചെയ്തു. ഒയാർസബാലിൻ്റെ പെനാൽറ്റിക്ക് ശേഷം സ്പെയിൻ കളി മന്ദഗതിയിലാക്കിയതേയില്ല. പകരം കൂടുതൽ പന്ത് കൈവശം വെച്ച് ആക്രമിക്കാൻ ഇറങ്ങിത്തിരിച്ചു. ഫ്രാൻസ് പന്ത് പിടിക്കാതെ വരുമ്പോൾ അവരുടെ മുന്നേറ്റ നിര അസ്വസ്ഥമായി. സ്പെയിൻ കാത്തിരുന്നത് അതിനായിരുന്നു. പെഡ്രോ പൊറോയുടെ ഗോൾ അതിൻ്റെ ഏറ്റവും മികച്ച ഉദാഹരണമാണ്. ഫ്രാൻസ് മുന്നോട്ട് വന്നപ്പോൾ പിന്നിൽ തുറന്ന ഇടത്തിലൂടെ സ്പെയിൻ രണ്ടാമത്തെ പ്രഹരം നൽകി ഫ്രാൻസിന്. ആ നിമിഷം ഫ്രാൻസ് തകർന്നു വീണു. ഇനി അഞ്ചാമത്തെ കാര്യം, ആദ്യ 11-ൽ തന്നെ പയറ്റിയ തന്ത്രം. ദിലാഫൂവൻ്റെ കളി ആദ്യ 11 തീരുമാനിച്ചപ്പോൾ തന്നെ ജയിച്ചിരുന്നു. വലിയ മത്സരങ്ങൾ പലപ്പോഴും കളിക്കാരുടെ നീക്കത്തിൽ മാത്രമല്ല തുടങ്ങുന്നത്, ടീം ഷീറ്റിലാണ്. സെമി ഫൈനലിലും അത് തന്നെ സംഭവിച്ചു. ലൂയിസ് ഡി ലാഫൂവൻ്റെ തിരഞ്ഞെടുത്ത ആദ്യ 11 നോക്കിയാൽ തന്നെ അദ്ദേഹത്തിൻ്റെ പദ്ധതി വ്യക്തമായിരുന്നു. സ്പെയിനിന് പന്ത് കൂടുതൽ സമയം കൈവശം വേണം, മധ്യനിരയിൽ സംഖ്യകളിൽ മുൻതൂക്കം വേണം, ഫ്രാൻസിൻ്റെ ആദ്യ സമ്മർദ്ദം മറികടക്കണം. അതിന് അദ്ദേഹം വിശ്വസിച്ച് റോഡ്രിയെയും ഫാബിയാൻ റൂയിസിനെയും ഡാനി ഒൽമോയെയും ആയിരുന്നു. റോഡ്രി പിന്നിൽ നിന്ന് കളിയുടെ താളം നിയന്ത്രിച്ചു. ഫാബിയാൻ റൂയിസ് ആദ്യ പാസ് മുന്നോട്ട് കൊണ്ടുപോയി. ഡാനി ഒൽമോ ഫ്രഞ്ച് മധ്യനിരയ്ക്കും പ്രതിരോധത്തിനുമിടയിലെ ചെറിയ ഇടങ്ങൾ കണ്ടെത്തി. ഒയാർസബാൽ സെൻട്രൽ ഫോർവേഡായി നിന്നെങ്കിലും പലപ്പോഴും പിന്നിലേക്ക് ഇറങ്ങി ഫ്രഞ്ച് സെൻട്രൽ ബാക്കുകളെ സ്ഥാനത്ത് നിന്ന് വലിച്ചിഴച്ചു. അത് യമാലിനും നിക്കോ വില്യംസിനും വിങ്ങുകളിൽ കൂടുതൽ സ്പേസ് നൽകി. ഇത് വെറും ടീം സെലക്ഷൻ മാത്രമായിരുന്നില്ല, ഒരു ചെസ് ഗ്രാൻഡ് മാസ്റ്റർ മുൻകൂട്ടി തയ്യാറാക്കിയ ശാസ്ത്രീയ നീക്കങ്ങൾ പോലെയായിരുന്നു. മറുവശത്ത് ഫ്രാൻസ് പതിവ് മാതൃകയിൽ നിന്ന് വലിയ മാറ്റമൊന്നും വരുത്തിയില്ല. അവരുടെ വിശ്വാസം സ്വന്തം താരങ്ങളിൽ മാത്രമായിരുന്നു. സ്പെയിനിൻ്റെ വിശ്വാസം സ്വന്തം സിസ്റ്റത്തിലായിരുന്നു. ആ സിസ്റ്റം വിജയിച്ചു. ഫ്രാൻസ് തകർന്നു. കട്ടപ്പോഹ 6 പഴയ ടിക്കി ടാക്കയല്ല, പുതിയ തലമുറയുടെ ടിക്കി ടാക്ക എന്ന സ്പെയിനിൻ്റെ മുദ്രാവാക്യം. അത് നമ്മൾ കാലങ്ങളായി പറയുന്ന കാര്യമാണ്. സ്പെയിനിൻ്റെ ഒരു വിഭാഗം കളിയാസ്വാദകരെ മടിപ്പിക്കുന്ന ടിക്കി ടാക്ക. എന്നാൽ 2026 സ്പെയിൻ 2010 വരെയുള്ള 2010 സ്പെയിൻ പോലുമല്ല. അന്ന് ലക്ഷ്യം പന്ത് കൈവശം വെക്കലായിരുന്നു. ഇന്ന് ലക്ഷ്യം എതിരാളിയെ ചലിപ്പിക്കലാണ്. അതാണ് പഴയ ടിക്കി ടാക്കയിൽ നിന്ന് ഇന്നത്തെ സ്പാനിഷ് ഫുട്ബോളിനെ വേർതിരിച്ച് നിർത്തുന്നത് എന്ന് പലരും വിലയിരുത്തിയിട്ടുള്ളതാണ്. പന്ത് കൈവശം വെക്കുന്നത് മാത്രമല്ല ലക്ഷ്യം, ഗോൾ നേടാൻ ഇടം സൃഷ്ടിക്കുകയാണ് ലക്ഷ്യം. ഫ്രാൻസ് അത് തിരിച്ചറിയുമ്പോഴേക്കും മത്സരം കൈവിട്ടിരുന്നു. അതിൻ്റെ ഫലം എന്താണ്? ഫ്രാൻസിൻ്റെ കാര്യം കട്ടപ്പോഹ. ഇനി 7ാമത്തെ കാര്യം, ഷോട്ടുകളുടെ എണ്ണം ഫ്രാൻസിന്, പക്ഷേ ഭീഷണി സ്പെയിൻ സൃഷ്ടിച്ചു എന്നുള്ളത്. മത്സരശേഷം സ്റ്റാറ്റിസ്റ്റിക്സ് മാത്രം നോക്കുന്നവർക്ക് ഒരു സംശയം തോന്നും. നമ്മൾ ആദ്യ വീഡിയോയിൽ അത് വിശദീകരിച്ചതാണ്. ഷോട്ട്സുകളുടെ എണ്ണത്തിൽ ഫ്രാൻസിന് ചെറിയ മുൻതൂക്കമുണ്ട്. ഷോട്ടുകൾ ഫ്രാൻസിന് കുറവായിരുന്നില്ല. എന്നിട്ടും അവർ എന്തുകൊണ്ടാണ് തോറ്റത്? ഗോളാകാൻ എത്ര സാധ്യതകളുള്ള ഷോട്ടാണ് എന്നതാണ് അതിൻ്റെ അടിസ്ഥാന ചോദ്യം. അതിലുത്തരം ഉണ്ട്. ഫ്രാൻസ് പലപ്പോഴും ബോക്സിന് പുറത്ത് നിന്നോ മോശം ആംഗിളിൽ നിന്നോ ഷൂട്ട് ചെയ്യേണ്ടി വന്ന സാഹചര്യമാണ്. അതിൻ്റെ അപ്പുറം പോകാൻ പറ്റുന്നില്ല. എംബാപ്പയുടെ ഓട്ടം നിർത്തിയപ്പോൾ ഫ്രാൻസിൻ്റെ ആക്രമണങ്ങൾ സ്വാഭാവികമായി പുറത്തേക്ക് മാറി. സ്പെയിൻ അതാണ് ലക്ഷ്യം വെച്ചതും. സ്പെയിൻ കുറച്ച് അവസരങ്ങൾ മാത്രമേ സൃഷ്ടിച്ചുള്ളൂ അവർക്ക് അനുകൂലമായി. പക്ഷേ ഓരോ അവസരവും വ്യക്തമായ ഗോൾ അവസരങ്ങളായിരുന്നു. അതാണ് ഫലത്തിൽ പരാജയപ്പെട്ടപ്പോഴും ഫ്രാൻസിൻ്റെ കണക്കിലെ ഈ മേൽക്കൈക്ക് അടിസ്ഥാന കാരണം. ഇനി 8ാമത്തെ പ്ലാൻ, ദശാംസിൻ്റെ ഓരോ നീക്കത്തിനും സ്പെയിൻ തയ്യാറാക്കിയ മറുപടി പദ്ധതി. 2ാം പകുതിയിൽ ദിദിയർ ദശാംസ് മത്സരം മാറ്റാനൊരു ശ്രമം നടത്തുന്നുണ്ട്. ബാർക്കോളെ പിൻവലിച്ച് ദുബൈ ഇറക്കി മധ്യനിരയിലും മാറ്റങ്ങൾ പരീക്ഷിച്ചു. ലക്ഷ്യം ഒന്ന് മാത്രമാണ്, സ്പെയിനിൻ്റെ റിഥം തകർക്കുക, അങ്ങനെ ഗോൾ നേടുക, സമനിലയാവുക, പിന്നെ ജയിക്കാം. പക്ഷേ ഇവിടെ ദിലാഫുവൻ്റെ മികവ് പ്രകടിപ്പിച്ചു. സ്പെയിൻ പിന്നോട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ വലിഞ്ഞില്ല. അവർ അതേ കളി, അവർ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോയി. പന്ത് കൈവശം വെച്ചുകൊണ്ട് തന്നെ ഫ്രാൻസിൻ്റെ പുതിയ കളിക്കാരെ നേരിട്ടു. ഫ്രാൻസ് ഓരോ മാറ്റവും നടത്തിയപ്പോൾ സ്പെയിൻ പാസുകളുടെ വേഗം കൂട്ടി. ഫ്രാൻസ് കൂടുതൽ ആക്രമിക്കാൻ മുന്നോട്ട് വന്നതോടെ പിന്നിൽ വലിയ ഇടങ്ങൾ, സ്പേസുകൾ ഉണ്ടായി. അവിടെയാണ് സ്പെയിൻ വീണ്ടും ആക്രമിച്ചത്. അവർ സ്വന്തം പദ്ധതിയിൽ മാത്രമല്ല പോയത്, എതിരാളിയുടെ അടുത്ത നീക്കത്തിനും മറുപടി നൽകിക്കൊണ്ടാണ് നീങ്ങിയത്. 9ാമത്തെ ആദ്യ 10 മിനിറ്റിന് ശേഷം മത്സരം സ്പെയിൻ കൈപ്പിടിയിലാക്കിയ പദ്ധതി. മത്സരം തുടങ്ങിയപ്പോൾ ഏതാനും മിനിറ്റുകൾ ഫ്രാൻസ് ആയിരുന്നു കൂടുതൽ അപകടകാരികൾ. 5-10 മിനിറ്റ് നമ്മൾ മറ്റേ വീഡിയോയിൽ അത് വിശദീകരിച്ചിട്ടുണ്ട്. അവർ ഉയർന്ന പ്രസ്സിംഗ് പരീക്ഷിച്ചു. ഏകദേശം 10 മിനിറ്റിന് ശേഷം ചിത്രം മാറി. പിന്നീട് പന്തിന് പിന്നാലെ ഓടുന്ന ഫ്രാൻസിനെയാണ് കണ്ടത്. പന്ത് എവിടെ പോകണമെന്ന് തീരുമാനിക്കുന്ന സ്പെയിനിനെയാണ് കണ്ടത്. മത്സരത്തിൻ്റെ വേഗം പോലും ഫ്രാൻസിന് കണക്ക് കൂട്ടാനായില്ല. സ്പെയിൻ തീരുമാനിച്ചു. അവിടെ നിന്ന് ഫ്രഞ്ചിൻ്റെ തകർച്ച ആരംഭിച്ചു. ഇനി അവസാനത്തെ പോയിന്റ്, 10ാമത്തെ പ്ലാൻ, കോച്ചുമാരുടെ യുദ്ധം എങ്ങനെ റിസൾട്ട് ഉണ്ടാക്കി എന്നുള്ളതാണ്. ദിദിയർ ദശാംസ് ലോകത്തിലെ ഏറ്റവും മികച്ച ദേശീയ ടീം പരിശീലകരിൽ ഒരാളാണ്. 2018 ലോകകപ്പ്, 2022 ലോകകപ്പ്, ഫൈനൽ, തുടർച്ചയായി വലിയ ടൂർണമെൻറ്റുകളിൽ ഫ്രാൻസിനെ എത്തിച്ച കോച്ച്. പക്ഷേ ഈ സെമി ഫൈനലിൽ അദ്ദേഹം ഒരു വലിയ തെറ്റ് ചെയ്തു. സ്പെയിൻ മുമ്പത്തെ എതിരാളികളെ പോലെയാണ് എന്ന് മാത്രം കരുതി. സ്വീഡൻ, പരാഗ്വേ, മൊറാക്കോ, ഈ ടീമുകൾ ഫ്രാൻസിൻ്റെ ശക്തിയെ പ്രതിരോധിക്കാനാണ് ഇതുവരെ ശ്രമിച്ചിരുന്നത്. പക്ഷേ സ്പെയിൻ അങ്ങനെ ചെയ്തില്ല. ഫ്രാൻസ് നേരിട്ടത് താരതമ്യേന ദുർബലമല്ല. ഒരു നോക്കൗട്ട് മത്സരത്തിൽ കിടക്കുമ്പോൾ അങ്ങനെ പറയാൻ പോലും പറ്റില്ലെങ്കിൽ പോലും ഫ്രാൻസ് നേരിട്ട ടീമുകളുടെ ചില ഫ്രാൻസിന് മേലുള്ള മേൽക്കൈ നേടാനുള്ള പരിമിതികൾ വ്യക്തമായിരുന്നു. എന്നാൽ
സ്പെയിൻ ഫ്രാൻസിൻ്റെ ശക്തി തന്നെ ഇല്ലാതാക്കിക്കൊണ്ടാണ് കളിച്ചത്. അതിന് ദശാംസിന് തിരിച്ച് പദ്ധതി ഉണ്ടായിരുന്നില്ല. സ്പെയിൻ ഒരാളെ മാത്രം ആശ്രയിച്ചില്ല. യമാൽ, ഒയർസബാൽ, ഫാബിയാൻ, റോഡ്രി, ഡാനി ഒൽമോ, പെഡ്രോ പോറോ, കുക്കുറയ ആർക്കും സൂപ്പർ ഹീറോ ആകേണ്ടി വന്നില്ല. അവരൊരു ടീമായിരുന്നു. അതാണ് സ്പെയിനിൻ്റെ ഏറ്റവും വലിയ ശക്തിയായത്. ചുരുക്കത്തിൽ സ്പെയിൻ ഈ ലോകകപ്പിൽ ഫ്രാൻസ് നടപ്പാക്കിയ ഫുട്ബോൾ പദ്ധതിയെ ആണ് വെല്ലുവിളിച്ച് തോൽപ്പിച്ചത് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഫ്രാൻസിൻ്റെ പ്രതിരോധം ഒരു നിമിഷത്തിൽ തകർന്നതല്ല. വ്യക്തിഗത മികവ് കൊണ്ട് ചില മത്സരങ്ങൾ നമുക്ക് ജയിക്കാൻ കഴിയും. എന്നാൽ സമ്പൂർണ്ണമായ ടീമും പദ്ധതികളും സ്ഥിരമായ വിജയത്തിന് അനിവാര്യമാണ് എന്ന് ഫ്രാൻസിൻ്റെ ഈ സമ്പൂർണ്ണ തകർച്ച വ്യക്തമാക്കുന്നത്. ഈ സെമി ഫൈനൽ വരെ ഈ ലോകകപ്പിലെ ഏറ്റവും സ്ഥിരതയുള്ള 2 ടീമുകൾ എന്ന ഖ്യാതി സ്പെയിനിനും ഫ്രാൻസിനും ഉണ്ടായിരുന്നു. എന്നാൽ അവർ തമ്മിൽ മത്സരിച്ചപ്പോൾ ഫ്രാൻസിന്റെ സ്ഥിരത ഒലിച്ചുപോയി. സ്പെയിൻ മാത്രം ബാക്കിയായി. ഫ്രാൻസ് തോറ്റു. എംബാപ്പെ നിശബ്ദനായി. ദശാംസിന്റെ പദ്ധതികൾ തകർന്ന് തരിപ്പണമായി. ഇനി സ്പെയിനിന്റെ കാലമാണ്. ഫൈനലിനായി നമുക്ക് കാത്തിരിക്കാം. എന്ത് സംഭവിക്കുമെന്ന ആകാംക്ഷ ഇരട്ടിയോളമാണ്. നന്ദി, നമസ്കാരം.